വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ വാട്ട് ഈസ് എ കോസ്റ്റ് ഓഫ് പൈലറ്റ് ട്രെയിനിങ്. കുറേ പേരൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ആശങ്കയായിരിക്കും എത്രയാണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കും ഈ വരുന്നതിന് മുമ്പ് എനിക്ക് ഇതുപോലെ ചിന്തയായിരുന്നു എത്ര രൂപയാവും എക്സാക്ട്ലി. കാരണം പലരും പല എമൗണ്ടാണ് പറയുന്നത്. ചിലർ 1 CR പറഞ്ഞവരുണ്ട്, 2 CR പറഞ്ഞവരുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്, ഡിപ്പെൻസ് ആണ്. നമുക്ക് 2 തരത്തിലുള്ള നമുക്ക് CPL ചെയ്യാം. കൺവെൻഷനുണ്ട്, പിന്നെ കേഡറ്റ് പ്രോഗ്രാമിംഗ് ഉണ്ട്. ഈ കൺവെൻഷണൽ CPL എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലത്തെ ഒരു ടൈപ്പ് ട്രെയിനിങ് ആണ്. അപ്പോൾ കേഡറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കമ്പനി ബേസ്, ഇപ്പം ഇൻഡിഗോയുടെ ഉണ്ട്, എയർ ഇന്ത്യയുടെ ഉണ്ട്, ഖത്തർ, എമിറേറ്റ്സ്, അതൊക്കെ പിന്നെ വേറെ റേഞ്ചാണ്. എയർ അറേബ്യയുടെ ഉണ്ട്. അപ്പോൾ ഈ കേഡറ്റ് എന്താണ് കൺവെൻഷണലും എന്താണ് കേഡറ്റ് പ്രോഗ്രാമിംഗ്, അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. സോ അപ്പം ഇതിൻ്റെ ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ റിയാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു എസ്പെഷ്യലി ഏവിയേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി പൈലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. സോ നമുക്ക് അങ്ങനെ ചീപ്പായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പറയാം ഏറ്റവും ചീപ്പ് എവിടെയാണ്. ഇനി കോസ്റ്റ് ഓഫ് ദി ട്രെയിൻ ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. ഇപ്പോൾ നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പല അക്കാഡമീസ് വേണമായിരിക്കും. ഓരോ അക്കാഡമീസിൽ ഓരോ പ്രൈസ് ആയിരിക്കും, ഓരോ കൊട്ടേഷൻ ആയിരിക്കും. പിന്നെ എവറി ഇയർ ദ പ്രൈസ് ചേഞ്ചസ്. കാരണം ഫ്യൂൽ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കൂടും. പിന്നെ നമുക്ക് എക്സാക്ട് എമൗണ്ട് നമുക്ക് പറയാം. ഇപ്പം 45 ആണ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 lakhs എക്സ്ട്രാ കൈ കിട്ടണം. കാരണം അത് സേഫാണ്. കാരണം നമ്മളിപ്പം ഇവിടെ വരുന്നു, ഇപ്പം അക്കോമഡേഷൻ്റെ പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ പല സംഭവം ഉണ്ടാകാം. അപ്പോൾ അതിലെല്ലാം നമ്മുടെ പൈസയാണ് പോകുന്നത്. സോ പിന്നെ നമ്മളിപ്പം ഇപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് ഈ ഫ്ലൈങ് ക്യാച്ച് ആവണമെന്നില്ല. സോ അവർക്ക് കുറച്ച് നേരം ഫ്ലൈ ചെയ്യേണ്ടി വരുമായിരിക്കും സോളോ പോകാമെന്നുണ്ടെങ്കിൽ. അപ്പം ഫ്ലൈനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ എമൗണ്ട് ഇങ്ങനെ ഡിഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പൈസയാണ് പോകുന്നത്. അപ്പം ഒരു മിനിമം ഒരു 45 lakhs ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഞാൻ CPL എടുക്കുന്നതിൻ്റെ മാത്രം കോസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഒരു ജോലി കിട്ടുന്നതിൻ്റെ എമൗണ്ട് അല്ല ഞാൻ പറഞ്ഞത്. ഇറ്റ് ക്യാൻ വേരി. എന്താ പറയുന്നത്, ഒരു 70 to 80 lakhs ഒക്കെ അല്ല, 70 to 1 CR ഒക്കെ പോവാം ജോലി കിട്ടുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ട്രെയിനിങ് ചെയ്തവരോടും ജോലി കിട്ടിയവരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്പെൻസീവ് ആണ്. അപ്പം ദിസ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിനോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം പലരോട് ചോദിക്കുന്നുണ്ട് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയാം ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.